ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവ് യേശു ക്രിസ്തുവിൽ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മനസ്സിൽ എപ്പോഴും അനാവശ്യ ചിന്തകളും ആകുലതകളും നിറഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ നമ്മൾ പലപ്പോഴും ബുദ്ധിമുട്ടാറില്ലേ? തെറ്റായ കൂട്ടുകെട്ടുകളും മോശം ശീലങ്ങളും നമ്മുടെ സമാധാനത്തെയും നമ്മുടെ ദിവസേന ഉള്ള ജീവിതത്തെയും ചോർത്തിക്കളയുന്നതായി നമുക്ക് തോന്നാറില്ലേ? നമ്മുടെ ആന്തരിക വ്യക്തിത്വത്തെ തകർക്കുന്ന ഇത്തരം അനാവശ്യമായ മലിനീകരണങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എങ്ങനെ പൂർണ്ണമായി തുടച്ചു മാറ്റണമെന്ന് പഠിപ്പിക്കുന്ന വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. വിശുദ്ധ 11:17 വചനം ഇപ്രകാരം പറയുന്നു: പിന്നെ അവരെ ഉപദേശിച്ചു, എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നല്ലോ, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു. യേശുക്രിസ്തു തന്റെ ക്രൂശീകരണത്തിന് തൊട്ടു മുമ്പുള്ള ആഴ്ചയിൽ യെരുശലേം ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെയുള്ള കച്ചവടക്കാരെയും നാണയമാറ്റുകാരെയും ചാട്ടവാറ് കൊണ്ട് അടിച്ചു ഓടിക്കുന്ന വളരെ നാടകീയമായ ആധികാരികമായ ഒരു നിമിഷമാണ് ഇത്. ദൈവത്തെ ആരാധിക്കാനും ശാന്തമായി പ്രാർത്ഥിക്കാനും വേണ്ടി ഒരുക്കിയ വലിയൊരു വിശുദ്ധ സ്ഥലം അവിടുത്തെ പുരോഹിതന്മാർ ചേർന്ന് കച്ചവടക്കാരുടെ വലിയൊരു താവളമാക്കി മാറ്റിയിരിക്കുന്നു. ഇപ്പോ നമ്മുടെ ചില ദേവാലയങ്ങളെ കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട്. ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു വലിയ കച്ചവട ചന്തയായി ദേവാലയം മാറിയത് കണ്ടപ്പോഴാണ് കർത്താവ് അവിടുത്തെ മേശകളെല്ലാം മറിച്ചിട്ടുകൊണ്ട് ആ വചനം നമ്മോട് അരുളി ചെയ്യുന്നത്. ദൈവിക ദർശനങ്ങൾക്കും സമാധാനത്തിനും വേണ്ടി മാറ്റിവെച്ച ഈ വിശുദ്ധ സ്ഥലത്തെ നിങ്ങളുടെ സ്വാർത്ഥതകൾ കൊണ്ട് നിങ്ങൾ ഒരു കള്ളന്മാരുടെ ഗുഹയാക്കി ഇത് മാറ്റിയോ? കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു, നമ്മുടെ മനസ്സാകുന്ന ശരീരമാകുന്ന ദൈവാലയത്തെ മലിനമാക്കാൻ ആരെയും നാം അനുവദിക്കരുത്. ദൈവത്തിന്റെ ആലയം വിശുദ്ധമാണ്, പ്രാർത്ഥനയാണ് ആത്മീയ ജീവിതത്തിന്റെ ശ്വാസം. കർത്താവ് പറഞ്ഞു, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ഒരു ദൈവാലയം കെട്ടിടം മാത്രമല്ല, അത് ദൈവത്തെ അന്വേഷിക്കുന്ന സ്ഥലമാണ്, ദൈവവുമായി സംസാരിക്കുന്ന സ്ഥലമാണ്. അതുപോലെ വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു, ഇന്ന് പുതിയ നിയമ വിശ്വാസികളായ നമ്മുടെ ശരീരവും മനസ്സും ദൈവത്തിന്റെ ആലയമാണെന്ന്. അത് നശിപ്പിക്കുവാൻ അല്ലെങ്കിൽ ചീത്തയാക്കുവാൻ നമുക്ക് അധികാരമില്ല. അതുകൊണ്ട് നമ്മുടെ ഹൃദയവും ജീവിതവും വിശുദ്ധമായി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും നമുക്കുണ്ട്. പ്രാർത്ഥന ദൈവത്തെ മാറ്റാനുള്ള മാർഗമല്ല, അത് നമ്മെ ദൈവഹിതത്തിനനുസരിച്ച് മാറ്റുന്ന അനുഭവങ്ങളാണ്. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ശക്തരാകും, പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ പ്രത്യാശ നഷ്ടപ്പെടുകയില്ല, പ്രാർത്ഥിക്കുന്ന സഭകൾ ആത്മീകമായി വളരും. ആരാധന ലാഭത്തിനോ പ്രദർശനത്തിനോ വേണ്ടിയല്ല. യേശു എതിർത്തത് വ്യാപാരത്തെ അല്ല, ആരാധനയെ സ്വാർത്ഥ ലാഭത്തിനുള്ള ഉപാധിയാക്കുന്നതിനെയാണ് കർത്താവ് എതിർത്തത്. ദൈവസന്നിധിയിൽ നമ്മുടെ ലക്ഷ്യം ആത്മാർത്ഥമായ പ്രാർത്ഥന, വിശുദ്ധ ആരാധന, സത്യസന്ധമായ ജീവിതം എന്നിവ ആയിരിക്കണം. ദൈവത്തെക്കാൾ ലോകലാഭത്തിന് പ്രാധാന്യം നൽകുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം ദുർബലമാകും. നമ്മുടെ ഹൃദയം നാം തന്നെ പരിശോധിക്കണം. ഈ വചനം ഇന്ന് ഓരോരുത്തരോടും ഓരോ ചോദ്യം ചോദിക്കുന്നു. എൻ്റെ ഹൃദയം ദൈവത്തിന്റെ വാസസ്ഥലമാണോ, അല്ലെങ്കിൽ അഹങ്കാരം, അസൂയ, പക, സ്വാർത്ഥത എന്നിവ നിറഞ്ഞ സ്ഥലമായി മാറിയിട്ടുണ്ടോ? യേശു ഇന്ന് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അവന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ തന്നെ വിശുദ്ധമാക്കുന്നു. കർത്താവ് ചോദിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തുവോ? നമ്മുടെ വലിയ സ്വപ്നങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും വേണ്ടി മാറ്റിവെക്കേണ്ട നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവ് ചിന്തകൾ, സോഷ്യൽ മീഡിയയിലെ അനാവശ്യ താരതമ്യങ്ങൾ, മടി, നമ്മെ തളർത്തുന്ന വ്യക്തികൾ, നെഗറ്റീവ് ചിന്തകൾ എന്നിവ കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിനെ ഒരു ചന്തയാക്കി നാം മാറ്റുകയാണ്. നമ്മുടെ സമാധാനവും സമയവും കവർന്നു കൊണ്ടുപോകുന്ന കള്ളന്മാരാണ് ആ നെഗറ്റീവ് ചിന്തകൾ. നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വിജയം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഊർജം ചോർത്തുന്ന ഇത്തരം അനാവശ്യ കാര്യങ്ങളുടെ മേശകളെ നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ ധൈര്യത്തോടെ മറച്ചിടണം. അഥവാ ഒരു ഇന്റേണൽ ക്ലീനപ്പ് ഇന്ന് തന്നെ നാം ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ സകല അരാജകത്വങ്ങളെയും മാറ്റിമറിച്ച് നമുക്ക് പുതിയൊരു വ്യക്തതയും വലിയൊരു ആത്മവിശ്വാസവും നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്. അവന്റെ സ്നേഹത്തിൽ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ലോകത്തിലെ ഒരു നെഗറ്റീവ് സ്വാധീനത്തിനും നമ്മെ തളർത്താൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ സമാധാനം കളയുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയുക. ഇനി അതിന് സ്ഥലം കൊടുക്കരുത്. ഇന്ന് നമുക്ക് സ്വയം ചോദിക്കുക, എൻ്റെ ജീവിതം പ്രാർത്ഥനയുടെ ജീവിതമാണോ? ദൈവത്തിന് എൻ്റെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം ഞാൻ കൊടുക്കുന്നുണ്ടോ? എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ വിശുദ്ധ ആലയമായി നിലകൊള്ളുന്നുണ്ടോ?
സഹോദരീ സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ഹൃദയം കർത്താവിന് സമർപ്പിക്കാം. അവൻ അത് ശുദ്ധീകരിക്കട്ടെ. പ്രാർത്ഥനയും വിശുദ്ധിയും നിറഞ്ഞ ഒരു ജീവിതം നമുക്ക് നയിക്കാം. കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ തൻ്റെ വിശുദ്ധ സാന്നിധ്യത്തിൽ നിറയ്ക്കുകയും പ്രാർത്ഥനയിലും വിശുദ്ധിയിലും സ്ഥിരരായി ജീവിക്കുവാൻ കൃപ നൽകുകയും ചെയ്യട്ടെ. ആമേൻ.